ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് 16ാമത്തെ നോമ്പായിട്ടാണ്. രാവിലെ അത്താഴമൊക്കെ കഴിച്ച് കിടന്നുറങ്ങി, പിന്നെ സുബിയൊക്കെ സ്കെച്ച് കിടന്നുറങ്ങിയതിന് ശേഷം പിന്നെ എഴുന്നേക്കുന്നത് എന്നും 6 മണിക്ക് എഴുന്നേക്കണം വിചാരിക്കും. അലാറൊക്കെ വെച്ച് സെറ്റ് ചെയ്തിട്ടുണ്ടാവും, പക്ഷെ ഒന്നും നടക്കില്ല. ഞാൻ എഴുന്നേൽക്കുമ്പോൾ 8 മണിയാവും കേട്ടോ. എന്തോ റൂമിൻ്റെ ഇരുട്ട് കാരണമാണോ, എനിക്ക് കിടന്നുറങ്ങാനുള്ള പൂതി കാരണമാണോ എന്നറിയില്ല. അതിനുശേഷം എഴുന്നേറ്റ് ഞാൻ ടാബിലൊക്കെ ഒന്ന് തുടച്ച് ക്ലീൻ ആക്കിയതിന് ശേഷം മോൾക്കുള്ള കുറുക്കിന് വെള്ളം ഉണ്ടാക്കിയാണ്ട് ഞാൻ ചൂടാറാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഫാൻ്റെ ചോട്ടിട്ടാ. അപ്പോൾ മോളും പപ്പയും കൂടി ഇരിക്കുന്ന രംഗാണിത്. കാരണം അവൾക്ക് ഇന്ന് എന്തോ പനിയോ എന്തൊക്കെയോ ഒരു മുഷിലുണ്ട്, ഓൾ മേലെന്ന് മാറുന്നില്ല എന്ന് പറയുന്നുണ്ടായിരുന്നു മൂപ്പര്. അങ്ങനെ മൂപ്പര് ഓളെ എടുത്തുകാണ്ട് മൂപ്പര് ഡ്യൂട്ടിക്ക് പോകണവരെ ഓളെ എടുത്തുകാണ്ട് നിൽക്കുകയാണ്. അപ്പോൾ ഇന്ന് മൂപ്പര് പറഞ്ഞു മൂപ്പര് ഇന്ന് പോകുന്നില്ല, എന്നോട് പോയിക്കോന്ന് പറഞ്ഞു. മൂപ്പര് പോകുന്നില്ലെന്ന് കുട്ടീനെ കൊണ്ടുപോകണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ അവളെ കുളിപ്പിച്ച് റെഡിയാക്കി അവൾക്ക് പാലൊക്കെ കൊടുത്തപ്പോൾ അവൾ എന്തൊക്കെയോ ഞാൻ പോകുമെന്നൊക്കെയുള്ള ഒരു ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് അവളെ മുഖത്തിട്ട്. പക്ഷെ അവൾക്ക് നല്ല ഉറക്കം വന്നിട്ടുണ്ട്. അപ്പോൾ അവളെ ഞാൻ ഉറങ്ങിക്കഴിഞ്ഞപ്പോൾ ഷെംക്കാക്ക പുറത്ത് പോയിട്ട് എന്തൊക്കെയോ വാങ്ങാണ്ട് ആരോ കാണാണ്ട് ഇറങ്ങാണ്ട് പോയി. അപ്പോൾ എനിക്ക് ഡ്രസ്സൊക്കെ അയൺ ചെയ്യണം. ഇന്ന് പർദ്ദയും ഡ്രസ്സൊന്നും അല്ല ഇടാനുള്ളത്, ഞാൻ ചുരിദാറാണ് ഇടുന്നത്. അപ്പോൾ അത് അയൺ ചെയ്യണം. അയൺ ചെയ്യാണ്ട് ഇടാൻ പറ്റില്ല, മറ്റേതൊക്കെ ആകുമ്പോൾ അയൺ ചെയ്യേണ്ടതെന്ന് അറിയാറില്ല. അപ്പോൾ അങ്ങനെ അതൊക്കെ അയൺ ചെയ്ത് ഞാൻ സെറ്റാക്കി കുളിച്ച് റെഡിയായി ഞാൻ ഇറങ്ങിട്ടോ. ഇന്ന് എന്തോ ഒരു വല്ലായ്മ പോലെ, മോളില്ല എന്നുള്ളൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് പോയി ഇടയ്ക്കിടയ്ക്ക് മോളെ കാണാൻ വേണ്ടി വരണം എന്നൊക്കെയുള്ള പ്ലാനിങ്ങിലാണ് ഞാൻ ഇറങ്ങുന്നത്. എന്താവോ എന്തോ എനിക്കറിയില്ല. ഡ്യൂട്ടി കഴിഞ്ഞിട്ട് വരുമ്പോൾ ചിലപ്പോൾ നേരം വൈകാറുണ്ട്. അങ്ങനെ ഞാൻ താഴേക്ക് ഇറങ്ങി. ഇവിടെ നിന്ന് ഇറങ്ങുമ്പോൾ നല്ല വെയിലായിട്ടാണ് തോന്നുന്നു. ഇപ്പം തന്നെ നല്ല വെയിലാണ് പുറത്തിറങ്ങുമ്പോൾ, ഒരു രക്ഷയില്ല. എൻ്റെ ഓട്ടോക്കാരന് ഞാൻ ഇടയ്ക്കിടയ്ക്ക് വിളിക്കുമ്പോൾ മൂപ്പരാൾ സ്വിച്ച് ഓഫ് ആയിരിക്കും, ചിലപ്പോൾ വിളിച്ചാൽ കിട്ടാറില്ല. അങ്ങനെ ഞാൻ നേരം വൈകുന്ന സമയത്ത് എനിക്ക് വിളിക്കാൻ നേരമില്ലാത്തത് കാരണം ഞാൻ എന്താ വെച്ചാൽ നടന്നിട്ടാണ് പോകുന്നത്. മെയിൻ റോഡ് വരെ നടക്കണം, അവിടുന്ന് പിന്നെ ഓട്ടോ കിട്ടൂട്ടാ. അങ്ങനെ ഞാൻ മെയിൻ റോഡ് വരെ നടക്കുകയാണ് ചെയ്യുന്നത്. നടക്കുമ്പോൾ നല്ല വെയിലാണ്, മുഖത്തേക്ക് വെയിൽ നന്നായിട്ട് അടിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഓട്ടോ കിട്ടി. ഓട്ടോയിൽ ഞാൻ പോവുകയാണ്. പോകുമ്പോൾ ഇന്ന കടയിൽ നിന്ന് ഇന്ന സാധനങ്ങൾ വാങ്ങണം എന്നൊക്കെ ഉണ്ടായിരുന്നു പ്ലാന്. പക്ഷേ അതൊക്കെ വരുമ്പോൾ ഞാൻ പോകുമ്പോൾ ചിന്തിക്കുകയാണെങ്കിലും വരുമ്പോൾ എനിക്ക് അതിനൊന്നും പറ്റില്ല. ചിലപ്പോൾ ഞാൻ ലേറ്റ് ആവും. അപ്പോൾ നോമ്പ് തുറക്കുന്ന സമയമാകുമ്പോൾ കടകളൊക്കെ അടക്കാറുണ്ട് കേട്ടോ, ഒന്നും തുറന്ന് കാണാറില്ല. ഇന്ന് അങ്ങനെ ഞാൻ വൈകുന്നേരം നോമ്പ് തുറക്കാൻ വീട്ടിലേക്ക് പോയിട്ടില്ലായിരുന്നു. റെസ്റ്റോറൻറ്റിൽ നിന്നാണ് നോമ്പ് തുറന്നത്. അപ്പോൾ നോമ്പ് തുറക്കാൻ അവർ ആദ്യം തന്നെ എനിക്ക് കൊണ്ടുവന്ന് തന്നത് ബത്തക്ക, കുറച്ച് ഗ്രേപ്സ്, പിന്നെ അതുപോലെ കട്ട്ലേറ്റ്, സമൂസ, 2 പൈനാപ്പിൾ, കാരക്ക, പിന്നെ വെള്ളവും ഉണ്ടായിരുന്നു. പിന്നെ അതിനുശേഷം കുടിക്കാനായിട്ട് ഒരു ലൈം ജ്യൂസും അതുപോലെ വാട്ടർമെലൺ ജ്യൂസുമാണ് തന്നേട്ടാ. പിന്നെ അത് കഴിച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ ഒരു ക്വാർട്ടർ ഷവായയാണ് കഴിച്ചത്. അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ, എന്തോ എനിക്ക് ഇഷ്ടപ്പെട്ടു. അതൊക്കെ കഴിച്ച് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ മോള് സീനാണെന്ന് കണ്ടപ്പോൾ ഞാൻ വേഗം ഇറങ്ങി കേട്ടോ. അങ്ങനെ കുറേ ഇരുട്ടായിട്ടുണ്ടായിരുന്നു. വീട്ടിലേക്ക് എത്തുമ്പോൾ ഏകദേശം 7:30 ആയിട്ടുണ്ട്. അങ്ങനെ അവിടെ എത്തിയപ്പോൾ മോളെ കണ്ട് അവളെന്തൊക്കെയോ കാണിക്കുന്നുണ്ട്. എന്നെ കണ്ട വെപ്രാളത്തിൽ അവൾക്ക് ഭയങ്കര സന്തോഷമായിരിക്കണം. ഞാൻ എടുക്കാൻ വേണ്ടിയിട്ട് കാണിച്ചു കൂട്ടുന്ന ഓരോ കോപ്രായങ്ങളാട്ടാ. ഞാൻ എടുത്താൽ അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അവൾക്ക് എന്തൊക്കെയോ ഞാൻ എടുക്കുമ്പോൾ സംസാരിക്കുന്നുണ്ട്, എന്തൊക്കെയോ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഷെംക്കാക്ക് ഇങ്ങനെ ഭയങ്കര ഇത് പറയുന്നുണ്ട് കേട്ടോ, ഓക്കോളെ മൈൻഡൊക്കെ മാറിയിട്ടോ ഈ എടുത്തപ്പോഴെന്നൊക്കെ പറയുന്നുണ്ട്. അവൾക്ക് ഭയങ്കര സന്തോഷമായിട്ടോ, എനിക്ക് ഭയങ്കര സന്തോഷം. എനിക്കോളെ നല്ല മിസ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഓൾ അതൊക്കെ കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ കിടന്നുറങ്ങിയപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഫ്രിഡ്ജിൽ ഷെംക്കാക്ക് ഉണ്ടാക്കി വെച്ച ബത്തക്ക ജ്യൂസ് ഉണ്ടായിരുന്നു, അതൊരു ഗ്ലാസ് എടുത്ത് കുടിച്ചു. എന്ത് സുഖാരി അത് കുടിക്കുമ്പോൾ, നല്ല തണുപ്പുണ്ടായിരുന്നു ജ്യൂസ്. എനിക്ക് പൊതുവേ ഫ്രൂട്ട്സൊക്കെ തണുത്തത് കഴിക്കാൻ ഭയങ്കര ആഗ്രഹം കേട്ടോ. ഞാൻ തണുപ്പിച്ചാണ് പായസം അടക്കം കഴിക്കൽ. നല്ല ചൂടിലാണ് ഷെംക്കാക്കൊക്കെ പായസമൊക്കെ കുടിക്കൽ. പക്ഷേ എനിക്കത് തണുത്ത് ഫ്രിഡ്ജിൽ വെച്ച് ഒന്ന് തണുപ്പായ ആ മധുരത്തിനോട് സെറ്റ് ആവുള്ളൂ കേട്ടോ. അപ്പോൾ ഇന്ന് വീട്ടിൽ നോമ്പ് തുറക്കാൻ നമ്മൾ ഫുഡൊന്നും ഉണ്ടാക്കാത്തത് കാരണം മൂപ്പരാക്കം എന്താ പറയുക, പൊറോട്ടയും ബീഫ് വറുത്തരച്ച കറിയാന്ന് പറഞ്ഞു, അതും പിന്നെ ബീഫ് വരട്ടും ഇതും ഓർഡർ ആക്കിയിട്ടുണ്ടായിരുന്നു നോമ്പ് തുറക്കുമ്പോഴേക്ക്. അപ്പം ഞാൻ വന്നിട്ട് ഞാൻ കഴിച്ചുകൊണ്ട് നിങ്ങൾ കഴിച്ചുകൊണ്ടെന്ന് ഞാൻ പറഞ്ഞിരുന്നു കേട്ടോ. അങ്ങനെ അതൊന്ന് നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ട് എന്നുള്ളത്. അപ്പോൾ എന്നോട് പറഞ്ഞിരുന്നു ബീഫ് വറുത്തരച്ച കറി ഒരു രക്ഷയില്ല, നല്ല ടേസ്റ്റാണ്, മറ്റേത് പാളിപ്പോയി എന്നൊക്കെ പറഞ്ഞ്. ശരിയാട്ടോ, പാളിപ്പോയി എന്നൊന്നും പറയാൻ പറ്റില്ല, മൂപ്പർക്ക് ഇഷ്ടപ്പെടാത്തതുകൊണ്ടാവാം. പക്ഷേ ബീഫ് വറുത്തരച്ച കറി ഒരു രക്ഷയും തന്നെ ഇല്ലായിരുന്നു കേട്ടോ. അതിനുശേഷം മൂപ്പരൊന്ന് പുറത്ത് പോയി വരുമ്പോൾ ഞാൻ മൂപ്പരോട് പറഞ്ഞു കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാണ്ടെന്ന്. വാങ്ങിയിട്ട് വരുമ്പോൾ പറഞ്ഞു ഒരു പെപ്സീൻ്റെ ബോട്ടിൽ കൊണ്ടുവരണമെന്ന് പറഞ്ഞു. അപ്പോൾ കുറച്ച് ചീത്തയൊക്കെ കേട്ട്, എന്തിനാ അതൊക്കെ കുടിക്കണം, വീട്ടിൽ ജ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ്. പക്ഷേ ആ കിട്ടിയ പെപ്സീൻ്റെ ബോട്ടിൽ 1 ലിറ്റർ കൊണ്ടുവന്നില്ല, 1/2 ലിറ്റർ കൊണ്ടുവന്നുള്ളെങ്കിലും
അത് ഫുള്ള് ഞാൻ ഇരുന്ന് കുടിച്ചിട്ടാ. കുടിക്കുമ്പോൾ നല്ല സുഖം. എനിക്കെന്താ അറിയില്ല, ഇപ്പോൾ ഭയങ്കരമായിട്ട് തണുത്തതും മധുരമുള്ളതൊക്കെ കഴിക്കാൻ ഭയങ്കര കൊതി. അതൊക്കെ കഴിഞ്ഞ് നിസ്കാരവും ഓത്തൊക്കെ കഴിഞ്ഞ് ഇന്ന് ബദരീകളെ ആണ്ടൊക്കെ ആണല്ലോ. അപ്പോൾ നിസ്കാരവും ഓത്തൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ വേഗം കിടക്കണം എന്ന് വിചാരിച്ചു. കാരണം നാളെ ഡ്യൂട്ടിക്ക് പോകണല്ലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.